السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. نحمد الله تبارك وتعالى أولا على هذه النعمة العظيمة التي أنعمنا بها، ألا وهي نعمة مجالس الذكر والخير. ثم نشكر مكتب وزارة الشؤون الإسلامية والأوقاف لإعطائهم لنا هذه الفرصة النعيمة. نسأل الله تبارك وتعالى لهم التوفيق والسداد. موضوعنا اليوم إن شاء الله تبارك وتعالى التوبة النصوح. قال تعالى: يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. والتوبة النصوح معناه التوبة الخالص الذي لا نفاق فيه ولا رياء، الذي لا نفاق فيه ولا رياء. كيف يكون توبتنا توبة نصوحا؟ يقول العلماء: التوبة يكون توبة نصوحا بثلاثة أمور. الأمر الأول الإقلاع من الذنوب، يعني ترك الذنوب والمعاصي. والثاني الندم على ما مضى منه من الذنوب والمعاصي. والثالث العزم على عدم العود إلى الذنوب والمعاصي. بهذه الثلاثة الأمور يكون التوبة توبة نصوحا. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ഒരു ദിവസം നാം സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം അത്തൗബത്തുൻ നസൂഹ്, നസൂഹായ തൗബ. ഈ ഒരു വിഷയം നാം തിരഞ്ഞെടുത്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. എങ്ങനെയുള്ള തൗബ? തൗബത്തൻ നസൂഹ, നസൂഹായ തൗബ. അപ്പോൾ നിങ്ങൾ തൗബ ചെയ്യണം എന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെ അത് നാസിഹായ നസൂഹായ തൗബയായിരിക്കണം. എന്താണ് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാസിഹായ തൗബ എന്ന് പറഞ്ഞാൽ? ഖാലിസായ തൗബ. തൗബ എന്ന വേർഡിൻ്റെ അർത്ഥം നമുക്കറിയാം, പശ്ചാത്തപിക്കുക, പശ്ചാത്താപം എന്നാണ്. നസൂഹ എന്ന് പറഞ്ഞാൽ ഐ ഖാലിസ്, നിഷ്കളങ്കമായത്, റിയാ ഇല്ലാത്തത്, നിഫാഖില്ലാത്തത്, മറിച്ച് ആത്മാർത്ഥമായ തൗബ. അതെന്തുകൊണ്ടാണ് ആത്മാർത്ഥമായ തൗബ എന്ന് പറയാനുള്ള കാരണം? തൗബയെ സംബന്ധിച്ച്
അത് ആത്മാർത്ഥമായ തൗബയാകുന്നത് എപ്പോഴാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോഴാണ് പലപ്പോഴും ആത്മാർത്ഥമായ തൗബ എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നതും പലപ്പോഴും നാമൊക്കെ ചെയ്യുന്നത് തൗബത്തുൻ നസൂഹല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് ഒരു തൗബ ഇഖ്ലാസുള്ള ഖാലിസായ നാസിഹായ തൗബയാവുന്നത് എന്നാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു 3 കാര്യങ്ങളിലൂടെയാണ് ഒരു തൗബ ഖാലിസായ തൗബയായി മാറുന്നത്. അതിലൊന്നാമത്തെ കാര്യം അന്നദമു അലൽ മആസി വദ്ദുനൂബ്. നിങ്ങളിൽ നിന്നുണ്ടായ തെറ്റുകൾ പാപങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഖേദം മനസ്സിലുണ്ടാവണം, വിഷമമുണ്ടാകണം. ഞാനാ ചെയ്തത് തെറ്റാണ്, പാപമാണ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന സങ്കടവും വിഷമവും മനസ്സിൽ ഉണ്ടാകണം. അപ്പോഴാണ്, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ തൗബയുടെ തുടക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധം ഏതാണോ ആ അബദ്ധമാണെന്ന് തിരിച്ചറിയലും അതിനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റത്തെ ദുഃഖവും വിഷമവും മനസ്സിലുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അൽ ഇഖ്ലാഉ മിനദ്ദുനൂബ്. ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായ അവസ്ഥയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറയുന്നു, വീണ്ടും ആ തെറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ അത് തൗബത്തുൻ നസൂഹല്ല. മറിച്ച് ആത്മാർത്ഥമായ തൗബയാവണമെങ്കിൽ ആ പാപത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമായിരിക്കണം തൗബ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ നാം ചെയ്ത അതല്ലെങ്കിൽ പാടില്ല എന്ന് നാം മനസ്സിലാക്കിയ ആ തെറ്റ് ഒഴിവാക്കണം. അതോടൊപ്പം സംഭവിച്ചു പോയതിൽ അങ്ങേയറ്റത്തെ ഖേദവും സങ്കടവും ഉണ്ടാകണം. മൂന്നാമത് അൽ ആസ്മു അല ആദമിൽ ഔദതി ഇലൈഹി. ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢമായ പ്രതിജ്ഞയും വേണം. സൗകര്യം കിട്ടിയ അനും ചെയ്യും, തൽക്കാലം ഇപ്പം ചെയ്തതിന് തൗബ ചെയ്യട്ടെ, അങ്ങനെയാണെങ്കിൽ അത് തൗബത്തുൻ നസൂഹല്ല, അത് കാപട്യം നിറഞ്ഞ തൗബയാണ്. മറിച്ച് ഉറച്ച തീരുമാനം, ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന അസ്മ് വേണം. അസ്മ് എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം വേണം. ഞാനിനി ഈ പാപം ചെയ്യുകയില്ല. അപ്പോൾ ഒരു തൗബത്തുൻ നസൂഹാകുന്നത് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒന്ന്, സംഭവിച്ചു പോയതിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ടാകണം. 2, ആ പാപത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത്. മൂന്നാമത്തത്, ഞാൻ ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢമായ പ്രതിജ്ഞയും ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു അടിമ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്താൽ, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ അയാൾ ചെയ്യേണ്ടുന്ന തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഷർത്തുകളാണ് ഉലമാക്കൾ ഈ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ നാം ചെയ്ത പാപം യഥാർത്ഥത്തിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, എന്ന് പറഞ്ഞാൽ ഒരാളോട് നാം ഒരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, സാമ്പത്തികമായൊരു വിഷയത്തിൽ, അതല്ലെങ്കിൽ അയാളുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, ഇങ്ങനെ നാം ചെയ്ത തെറ്റ് സഹജീവികളോടുള്ളതാണെങ്കിൽ 4മതൊരു ഷർത്ത് കൂടി പണ്ഡിതന്മാർ പറഞ്ഞു. അതേതാണത്? 4മത്തെ ആ ഷർത്ത്, അത് ആ വ്യക്തിക്ക് വല്ല ഹക്കടപാടുകളുമാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടത് പൊരുത്തപ്പെടിക്കണം. അതല്ലാത്ത നിലക്കുള്ള മറ്റു വല്ല വിഷയങ്ങളുമാണെങ്കിൽ അത് പറഞ്ഞ് തീർപ്പാക്കി ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിക്കുകയും വേണം. ഇങ്ങനെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലാണെങ്കിൽ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും,
സൃഷ്ടികളും തമ്മിലാണെങ്കിൽ ആദ്യം പറഞ്ഞ 3ൻ്റെ കൂടെ 4ാമത്തെ ഈ ഒരു ഷർത്ത് കൂടി വേണം. എന്താണത്? വല്ല ഹക്കടപാട് ആണെങ്കിൽ അത് പറഞ്ഞു വീട്ടണം, അതെങ്കിൽ അത് കൊടുത്തു വീട്ടണം, അത് പൊരുത്തപ്പെടിക്കണം. ഇപ്രകാരമാകുമ്പോഴാണ് ഒരു തൗബത്തുൻ നസൂഹാകുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാനായ അൽ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഹിയ അൻ യകൂനൽ അബ്ദു നാദിമൻ അലാ മാ മദാ മുജ്മിഅൻ അല്ലാ യഊദ ഫീഹി. ഹസനുൽ ബസരി റഹിമഹുല്ല പറയാണ്, തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ പാപത്തിൽ അങ്ങേയറ്റം ഖേദിക്കുകയും ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും വേണം. ഖാലൽ കൽബിയു റഹിമഹുല്ലാ, മറ്റൊരു മഹാപണ്ഡിതൻ പറഞ്ഞു, തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ അൻ യസ്തഗ്ഫിറ ബിൽ ലിസാൻ, നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയലാണ്. വയൻദമു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ദുഃഖിക്കലുമാണ്. വയുംസിക ബിൽ ബദൻ, പിന്നീട് ശരീരം കൊണ്ട് ആ പാപം ചെയ്യാതെ ശരീരത്തെ പിടിച്ചു വെക്കലുമാണ്. അപ്പോൾ യഥാർത്ഥ തൗബ ശരീരത്തിലെ പ്രധാനപ്പെട്ട 3 അവയവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതാണ് തൗബത്തുൻ നസൂഹ്. 1 ഹൃദയത്തിൽ ദുഃഖം വേണം, 2 നാവ് കൊണ്ട് തൗബ ചെയ്യണം, 3ാമത്തത് ശരീരം കൊണ്ട് ആ പാപത്തിലേക്ക് പോകാതെ മാറി നിൽക്കുകയും പിടിച്ചു വെക്കുകയും വേണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള തൗബ എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയം കൊണ്ട് തെറ്റിനെ മനസ്സിലാക്കലും ഞാൻ അതാവർത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കലുമാണ്. അതിനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹിബ്നു മഅഖൽ ബിൻ മുഖർരിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ كان أبي عند عبد الله بن مسعود فسمعه يقول سمعت رسول الله صلى الله عليه وسلم يقول الندم توبة. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അന്നദമു തൗബത്തുൻ. ശരിക്കും ആ വേർഡിൻ്റെ അർത്ഥം പോലും അതാണ്. അന്നദമു തൗബ, ചെയ്തുപോയ പാപത്തെക്കുറിച്ചുള്ള സങ്കടമുണ്ടാവൽ തന്നെ തൗബയാണ്. കാരണം ഒരാളുടെ മനസ്സിൽ അങ്ങനെയൊരു സങ്കടമുണ്ടായാൽ فإنه يستلزم الإقلاع عن الذنوب والعزم على عدم العود فهما ناشئان عن الندم لا أصلان معه. പണ്ഡിതന്മാർ പറയുകയാണ്, ഒരാളുടെ മനസ്സിൽ താൻ ചെയ്തത് തെറ്റാണ് എന്ന ആത്മാർത്ഥമായ ഖേദമുണ്ടായാൽ പിന്നീട് പറഞ്ഞ 2 കാര്യങ്ങളും സ്വാഭാവികമായും ഉണ്ടാകും. ഒന്നെന്താണ്? ആ തെറ്റു പിന്നെ അയാൾ ചെയ്യില്ല, എങ്കിലാണ് ആ സങ്കടം ആത്മാർത്ഥമായിരുന്നു എന്നതിൻ്റെ തെളിവ്. 2, അയാൾ ഒരിക്കലും അത് ആവർത്തിക്കുകയുമില്ല. അപ്പോൾ ആത്മാർത്ഥമായ സങ്കടമാണ് ഉള്ളിലുണ്ടായത് എന്നതിൻ്റെ തെളിവെന്താണ്? അതുകൊണ്ടാണ് അന്നദമു എന്ന് പ്രവാചകൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ശരിയായ സങ്കടം അത് തൗബയാണ്. കാരണം ശരിക്കും ആത്മാർത്ഥമായി ഹഖീഖത്തായി സങ്കടമുണ്ടായാൽ ആ വ്യക്തി ആ പാപം ചെയ്യുകയില്ല, അത് ആവർത്തിക്കുകയില്ല എന്ന് അയാൾ തീരുമാനിക്കുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ശേഷം ഉലമാക്കൾ വിശദീകരിച്ചു തന്നു, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ തൗബയിലേക്ക് ഒരാളെ നയിക്കുന്നത് എന്താണ്? അതിലേറ്റവും ഒന്നാമത്തത് അവലായിട്ടുള്ളത് അൽ ഇൽമു ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചും ആ വിഷയത്തെ സംബന്ധിച്ചുമുള്ള ശരിയായ അറിവാണ്. ശരിയായ അറിവ് വേണം. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൻ നിസായിലെ 17-18 വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമ തൗബ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ആരുടേത് മാത്രം? ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ. അല്ലദീന യഅമലൂന സൂഅ
ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ. സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളുടെ തൗബയാണ് അള്ളാഹുവിന് സ്വീകരിക്കാൻ ബാധ്യതയുള്ളത്. ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്. ജഹാലത്ത് കൊണ്ട്, അറിവില്ലാതെ തെറ്റ് ചെയ്യുക, എന്നാൽ അത് ഹക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്താൽ അവരുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയേറ്റിട്ടുണ്ട്. എന്നാൽ വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിഅത്ത്, എന്നാൽ ചില ആളുകളുണ്ട് അവരിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അങ്ങനെ അവർക്ക് മരണം വരുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പറയാണ് ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തൗബ സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, അതേപോലെ തന്നെ സത്യനിഷേധികളായിക്കൊണ്ട് സത്യനിഷേധത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തൗബ ചെയ്താൽ ആ തൗബയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ അറിവില്ലാതെ തെറ്റ് ചെയ്യലാണ്. അങ്ങനെയുള്ള ആളുകളുടെ പശ്ചാത്താപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും. ഒരു ഹറാമാണെന്ന് അറിയുന്ന ഒരാൾ ആ ഹറാമ് ചെയ്താൽ അയാൾക്ക് തൗബയുണ്ടാവുകയില്ലേ? ഒരാൾക്ക് കള്ളു കുടിക്കൽ ഹറാമാണെന്നറിയാം, എന്നാലും അയാളത് ചെയ്തു. എന്നാൽ അള്ളാഹു പറയുന്നത് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, അറിവില്ലാതെ തെറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ അറിവില്ലാതെ തെറ്റ് ചെയ്തവന് മാത്രമാണോ തൗബ? തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്താലോ? വ്യഭിചാരം തെറ്റാണെന്നറിയാം എന്നിട്ട് വ്യഭിചരിച്ചു, മദ്യപിക്കൽ തെറ്റാണെന്നറിയാം മദ്യപിച്ചു, പലിശ പാടില്ലെന്നറിയാം പലിശയുമായി ബന്ധപ്പെട്ടു, എങ്കിൽ അയാൾക്ക് തൗബയില്ലേ? തീർച്ചയായുമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല എന്ന് പറഞ്ഞാൽ കുല്ലു മൻ അസാ റബ്ബഹു ഫഹുവ ജാഹിലുൻ, കുല്ലു മൻ അസാ റബ്ബഹു ഫഹുവ ജാഹിലുൻ ഹത്താ യൻസിഅ അൻ മഅസിയതിഹി. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനൊക്കെ ജാഹിലാണ്, അവൻ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും. കാരണം അത് മറ്റൊരു ജഹാലത്ത് നിന്നുണ്ടായതാണ്. അപ്പോൾ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംഗതി ഹറാമാണോ ഹലാലല്ലേ എന്ന തിരിച്ചറിവ് മാത്രമല്ല, അതിനപ്പുറത്ത് വേറെയും ചില ഇൽമുകളുണ്ട്. ആ ഇൽമ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ആ ഹറാമ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നവനൊക്കെ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ജാഹില് തന്നെയാണ്, തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ജാഹില് തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ്യഭിചാരിയായ ഒരാൾ ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല, മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല. കാരണം ശരിയായ ഇൽമും ഈമാനും അയാളിൽ നിന്ന് ആ സമയത്ത് ഉയർത്തപ്പെടുമ്പോഴാണ് അയാൾ ആ ഹറാമ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്തു പോയ ഒരാൾക്ക് തൗബയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അയാൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം അതിൽ മറ്റൊരു പാഠം കൂടിയുണ്ട്. ശരിയായ ഇൽമുള്ള ആളുകൾ പരമാവധി ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കും. ശരിയായ ഇൽമ് അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ് എന്ന് പറഞ്ഞാൽ ശരിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് ശരിയായ അറിവ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പലപ്പോഴും തെറ്റുകളുടെ ആധിക്യത്തിനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ തൗബത്തുൻ നസൂഹിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാമത്തെ കാര്യം ശരിയായ ഇൽമാണ്, ശരിയായ അറിവാണ്. ആ അറിവ് നമ്മൾ നേടണം. ആ ശരിയായ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താൻ ആവശ്യമായതെന്താണ്? പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥസഹിതമുള്ള പാരായണം,
ഇൽമിയായ സദസ്സുകളിൽ പങ്കെടുക്കൽ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, നരകത്തെ സംബന്ധിച്ചുള്ള പേടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കൽ, നല്ല മനുഷ്യന്മാരുമായി കൂട്ടുകൂടൽ, ഇതേപോലെയുള്ള സംഗതികളിലൂടെ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ സാധിക്കുന്നതാണ്. അല്ലാഹു അലം. രണ്ടാമത്തത് തൗബത്തുൻ നസൂഹിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ തൗബത്തുൻ നസൂഹിന് അതല്ലെങ്കിൽ അതിലേക്ക് വഴി തെളിയിക്കും. അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 133 മുതൽ 136 വരെയുള്ള വചനങ്ങളാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 135 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, വിശ്വാസികളെക്കുറിച്ച് പറയാണ്. ഒരു ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ നീചവൃത്തി, പ്രത്യേകിച്ചും ലൈംഗിക വിഷയത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് അധികമായി ഉപയോഗിക്കാറുള്ളത്. തോന്നിവാസങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള വല്ലതും വന്നാൽ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തം നഫ്സിനോടൊരു ളുൽമ ചെയ്താൽ, അത് ജമീഉദ് ദുനൂബി വൽ മആസി, എല്ലാ പാപങ്ങൾക്കും അത് പറയും. ഇപ്രകാരം വല്ല നീചവൃത്തിയോ അബദ്ധങ്ങളോ സത്യവിശ്വാസികളിൽ സംഭവിച്ചാൽ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, പെട്ടെന്ന് അവർക്ക് അല്ലാഹുവിനെ ഓർമ്മയായി. കാരണം അവർ മനഃപൂർവ്വം ചെയ്യണമെന്ന് കരുതിയതല്ല, അങ്ങനെ കരുതുന്നവരുമല്ല. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റോ ഒരബദ്ധം വന്നാൽ ഉടനെ തന്നെ അവർ അല്ലാഹുവിനെ ഓർക്കുകയായി. ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ഉടനെ തന്നെ തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരാണുള്ളത്? വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, പക്ഷെ അറിഞ്ഞുകൊണ്ട് പിന്നീട് ആ പാപത്തിൽ അവർ ഉറച്ചു നിൽക്കൂല എന്ന് പറഞ്ഞാൽ സന്ദർഭവശാൽ സംഭവിക്കുന്നതാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റ് വന്നാൽ അവർ അല്ലാഹുവിനെ ഓർക്കും. അല്ലാഹുവിനെ ഓർത്താൽ ഉടനെ ഇസ്തിഗ്ഫാർ നടത്തും. പിന്നെ ആ തെറ്റ് ആവർത്തിക്കുമോ? ആവർത്തിക്കുകയില്ല. വലം യുസിറൂ, അവർ അതിൽ ഉറച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലൂ, ചെയ്ത കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട്. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കൂല. അപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചു പോവാന്നല്ലാതെ മനഃപൂർവ്വം തെറ്റ് ചെയ്യാനുള്ള ചിന്താഗതികൾ ഉണ്ടാവുകയും ആ നിലക്ക് തെറ്റുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയില്ല എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഷയം, തൗബത്തുൻ നസൂഹിലേക്ക് നമ്മെ നയിക്കുന്ന മൂന്നാമത്തെ വിഷയം അൽ ഖൗഫു മിൻ മക്രില്ലാഹി ബഅദൽ അംനി മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടി എപ്പോഴും ഉണ്ടായിരിക്കുക എന്നതാണ്. കാരണം ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ സംബന്ധിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫ അമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ നിർഭയമായ അവസ്ഥയിലാണോ? വലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതെ ജീവിക്കുന്നത് സത്യനിഷേധികളായ ആളുകൾ മാത്രമാണ്. സത്യവിശ്വാസികൾക്കൊരിക്കലും അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. അതിലേക്ക് സൂചന നൽകുന്ന വചനമാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ 55 മുതൽ 61 വരെയുള്ള വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബൽ ലാ യശ്ഉറൂൻ. ചില ആളുകളുണ്ട്, അവർക്ക് സ്വത്തും സന്താനവും ഒക്കെ അല്ലാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, ഞാൻ അവർക്ക് നന്മ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്, എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. ബൽ ലാ യശ്ഉറൂൻ, പക്ഷെ അവർ സത്യം മനസ്സിലാക്കിയിട്ടില്ല. ഹഖീഖത്ത് അതല്ല.
ധനത്തിൽ വർധനവുണ്ടാകുന്നത്, ഭൗതികമായ വിഭവങ്ങൾ കൂടുന്നത്, ഞാൻ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഖൈറിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ പിന്നെ എൻ്റെ തെറ്റൊന്നും അള്ളാഹു അങ്ങനെ പരിഗണിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എൻ്റെ മറ്റു പല നന്മകളും വിചാരിച്ച് അള്ളാഹു എനിക്ക് അങ്ങ് പുറത്തു തരികയായിരിക്കും, അള്ളാഹു അതിൻ്റെ നേരെ കണ്ണടച്ചതായിരിക്കും എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ കഴിയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. എനിക്കെൻ്റെ റബ്ബിൻ്റെ അടുത്ത് എന്തോ ഒരു സ്ഥാനമുള്ളത് കൊണ്ടാണ് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് അവൻ ധരിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ വിഡ്ഢിത്തത്തിലാണുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളെക്കുറിച്ച് പറയുന്നു ഉടനെ തന്നെ, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി കൊണ്ട് ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്ന ചില ആളുകളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു, അവർ അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും അവരുടെ ഹൃദയം പേടിച്ച് വിറച്ചുകൊണ്ടാണത് ചെയ്യുന്നത് എന്നാണ്. കുറ്റകൃത്യം ചെയ്യുമ്പോഴല്ല, സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും, ദാനധർമ്മം ചെയ്യുമ്പോൾ പോലും, പടച്ച റബ്ബേ നീ ഇത് സ്വീകരിക്കാതെ പോയാൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന പേടിയോടുകൂടിയാണ് സൽക്കർമ്മങ്ങൾ പോലും ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശാലമായ മഗ്ഫിറത്തിനെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നീ പറയുന്ന ആദർശമൊക്കെ വളരെ നല്ലതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറയുന്ന ആശയങ്ങളൊക്കെ വളരെ നല്ല ആശയങ്ങളാണ്, ഇസ്ലാമിൻ്റെ ആശയങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇസ്ലാം വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറയുന്നു, ഇസ്ലാം കൊലപാതകം പാടില്ല എന്ന് പറയുന്നു, ഇസ്ലാം ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളതൊക്കെ ചെയ്തു പോയ ആളുകളാണ്. എന്നിരിക്കെ ഞങ്ങളിനി ഇസ്ലാമിലേക്ക് വന്നിട്ട് എന്താണ് കാര്യം? ഇസ്ലാമിനെ പോലൊരു മതത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. അവരുടെ നിഷ്കളങ്കത കൊണ്ട് അവർ പറയാണ്, ഞങ്ങൾ ഈ തെറ്റൊക്കെ ചെയ്തു പോയി, ഇത്രയും നല്ലൊരു മതത്തിൽ ഞങ്ങൾക്ക് എന്ത് സ്ഥാനം എന്നവർ ചിന്തിച്ചു. അവർ നബിയുടെ അടുത്ത് വന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ വചനം അവതരിപ്പിക്കുന്നത്. സൂറത്തു സുമറിൽ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തം നഫ്സിനോട് ധാരാളമായി അബദ്ധം ചെയ്ത സത്യവിശ്വാസികളെ, എൻ്റെ അടിമകളെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അധർമ്മത്തിൽ ഇസ്റാഫ് നടത്തിയവരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് അവർ നന്നാവണമെന്ന് വിചാരിച്ചത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇസ്ലാമിൽ എന്ത് സ്ഥാനമെന്ന് വരെ അവർ ചിന്തിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്താൽ ജനിച്ച കുട്ടിയെപ്പോലെയാണ്. ഒരാൾ തൗബ ചെയ്താൽ കമൻ ലാ ദൻബ ലഹു അത്തായിബു മിനദ്ദംബി കമൻ ലാ ദൻബ ലഹു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു പാപത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബേജാറ് വേണ്ട, സങ്കടം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്തിനെ, റഹ്മത്തിനെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തി. ഇപ്രകാരം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ചും അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലതയെക്കുറിച്ചുമുള്ള അറിവ്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചുമുള്ള വിശാലമായ അറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ തുടങ്ങിയ വിഷയങ്ങളിലൂടെ തീർച്ചയായും ആത്മാർത്ഥതയുള്ള ഒരു പശ്ചാത്താപം നയിക്കുവാൻ, അങ്ങനെയുള്ള ഒരു പശ്ചാത്താപം നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യും. അങ്ങനെയുള്ള ഒരു തൗബത്തുൻ നസൂഹ് നടത്തി ആത്മാർത്ഥമായി ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു
നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹാകദാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മുഅ്മിൻ തന്നിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളെക്കുറിച്ച് അവൻ്റെ മനസ്സിലുള്ള പേടി അതൊരു പ്രശ്നമൊന്നുമില്ല എന്ന നിലക്കല്ല. ഒരു മുഅ്മിൻ മരിക്കുന്നത് വരെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മഹാന്മാരായ പ്രവാചകന്മാർ പോലും, അതിൽ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ വരെ വരും, ആദം അലൈഹിസ്സലാത്തു വസ്സലാമു മുതൽക്കുള്ള സകല പ്രവാചകന്മാരും അമ്പിയാക്കളും മുർസലീങ്ങളും ഖിയാമത്ത് നാളിൽ അവരോട് ശുപാർശ പറയാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യപ്പെടുമ്പോൾ അവരൊക്കെ അവരിൽ നിന്ന് അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിച്ച പാപങ്ങളെപ്പോലും ഭയപ്പെടുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗബ സ്വീകരിച്ചു എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. മറ്റു പ്രവാചകന്മാരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തു നൽകുമെന്ന് അറിയിച്ച പാപങ്ങളെ സംബന്ധിച്ചു പോലും അവർ ഭയപ്പാടിലാണ്. ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കുക അവർക്കറിയില്ല. എന്നിരിക്കെ ആ പ്രവാചകന്മാരല്ലാത്ത നമുക്കെങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർഭയരായി ജീവിക്കാൻ കഴിയും? നമ്മളിൽ നിന്ന് വന്നുപോയ പാപത്തെക്കുറിച്ച് അവരുടെ ചിന്ത എന്താണ്? കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്നവൻ ആ പർവ്വതം തൻ്റെ ശരീരത്തിലേക്ക്, തൻ്റെ തലയിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിനെ എപ്രകാരം ഭയപ്പെടുന്നുവോ അതുപോലെ തങ്ങളുടെ പാപങ്ങൾ ഈ ലോകത്തും ഖബറിലും പരലോകത്തും തങ്ങളെ വേട്ടയാടുന്നതിനെക്കുറിച്ചുള്ള പേടിയിലായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസികൾ. എന്നാൽ ഹൃദയത്തിൽ നിഫാഖുള്ള, കാപട്യമുള്ള, ശരിയായ നിലക്ക് തൗബ ചെയ്യാത്തവൻ താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് കരുതുന്നത് തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയാട്ടുന്നത് പോലെയാണ് അയാൾ ചെയ്ത പാപം എന്നാണ്. മൂക്കിൻ്റെ തുമ്പത്തൊരു ഈച്ച വന്നാൽ അതിനെ കൈകൊണ്ടങ്ങാട്ടി അത് വിസ്മരിച്ചു പോയി. ചെറിയൊരു പണി, അത് വിസ്മരിച്ചു പോയി. അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയോ വേവലാതിയോ ഒന്നും പിന്നെയില്ല എന്നതുപോലെയാണ് നിഫാഖിൻ്റെ ആളുകൾക്ക് പാപം. ശ്രദ്ധിക്കുക, നമ്മുടെ ഈമാൻ സുദൃഢമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചില റിവായത്തുകളിൽ കാണാം. അദ്ദേഹം പറഞ്ഞത്, ഫർഹുക ബിദ്ദംബി ഇദാ വഫറത ബിഹി അഅദമു മിനദ്ദംബ്. നീ ഒരു പാപം ചെയ്യാൻ നിനക്കൊരു ചാൻസ് കിട്ടി, ആ തെറ്റ് നീ ചെയ്തു, ആ തെറ്റിൻ്റെ പേരിൽ നിനക്ക് സന്തോഷവും ആഹ്ലാദവും തോന്നുകയാണെങ്കിൽ ആ ആഹ്ലാദം നീ ചെയ്ത തെറ്റിനേക്കാൾ വലിയ പാപമാണ്. ഒരാൾക്ക് വ്യഭിചരിക്കാൻ അവസരം കിട്ടി, അയാൾ അതിനെ വലിയൊരു അവസരമായിട്ടാണ് കാണുന്നതെങ്കിൽ, അയാൾ അതിൻ്റെ പേരിൽ ഫഖ്ർ നടിക്കുകയാണെങ്കിൽ, തൻ്റെ സുഹൃത്തുക്കളോട് അതിനെക്കുറിച്ച് പറഞ്ഞ് അയാൾ ഫഖ്ർ നടിക്കുകയാണെങ്കിൽ, അയാളുടെ ആ സന്തോഷം അയാൾ ചെയ്ത വ്യഭിചാരത്തേക്കാൾ വലിയ പാപമാണ്. നേരെ മറിച്ച് അതിനെക്കുറിച്ച് അയാൾക്ക് സങ്കടവും ദുഃഖവും തോന്നി, ഞാനതിലേക്ക് മടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതൊരു പുണ്യമായി അള്ളാഹു സ്വീകരിച്ചേരെ. മറിച്ച് താൻ ചെയ്ത തെറ്റുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുവൻ്റെ സന്തോഷം അവൻ ചെയ്ത പാപത്തേക്കാൾ വലിയ കുറ്റമാണ്. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹുസ്നുക അലദ്ദംബി ഇദാ ഫാതക അഅളമു മിനദ്ദംബ്. ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിനക്ക് വല്ല ദുഃഖവും തോന്നിയാൽ ആ സങ്കടവും നീ ചെയ്യാൻ ഉദ്ദേശിച്ച പാപത്തേക്കാൾ വലിയ കുറ്റമാണ്. ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടതിന് സങ്കടപ്പെടുക എങ്കിൽ നീ ചെയ്യാൻ ഉദ്ദേശിച്ച പാപത്തേക്കാൾ വലിയ പാപം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസിയും മനഃപൂർവ്വം ആഹ്ലാദത്തോടുകൂടി തെറ്റിനെ വരിക്കുകയില്ല. അതുകൊണ്ടാണ് ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചവരെക്കുറിച്ച് പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ യക്റഹു അൻ യഊദ ഇലൽ കുഫർ കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. സത്യനിഷേധത്തിലേക്ക്, നന്ദികേടിലേക്ക് മടങ്ങുന്നതിന് അയാൾ എപ്രകാരമാണ് വെറുക്കുക? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെ, അതല്ലെങ്കിൽ തെറ്റിലേക്ക് ആവർത്തനം, അതല്ലെങ്കിൽ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതിന് അയാൾ വെറുക്കുന്നത് തീ സ്പർശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സാക്ഷാൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പോലെ അയാൾ വെറുക്കുന്നതാണ്. അപ്പോൾ ഒരു പാപത്തെ തീ പിടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും. അങ്ങനെ തീയിൽ ഒരാൾ മനഃപൂർവ്വം പിടിക്കുമോ? ഏതെങ്കിലും ഒരാൾ തീയെ അല്ലെങ്കിൽ ഒരു
ഒരു തീക്കട്ടയെ തൻ്റെ കൈകളിലെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കോ? ഇല്ല. എന്നതുപോലെ പാപത്തെ കാണും. എന്നാൽ പലപ്പോഴും ആളുകൾ ഐസിൻ്റെ കഷ്ണത്തെ തൻ്റെ കൈകളിലെടുക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് തിന്മകളെ സമീപിക്കുന്നത് എന്നത് നമ്മെ ഏവരെയും ഏറെ ആലോചിപ്പിക്കേണ്ടുന്ന, ചിന്തിപ്പിക്കേണ്ടുന്ന വിഷയമാണ്. അതേ സന്ദർഭത്തിൽ സാന്ദർഭികമായി പലർക്കും സംശയമുണ്ടാകാം. നാം നേരത്തെ തൗബയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, നമ്മുടെ മനസ്സിൽ സങ്കടവും ദുഃഖവും പാപത്തെക്കുറിച്ച് വേണം. ശരി, അതുണ്ടായി. വീണ്ടും ആ തെറ്റ് നമ്മൾ ഒഴിവാക്കി. ഇനി അതിലേക്ക് വീണ്ടും മടങ്ങുകയില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. പക്ഷേ വീണ്ടും അയാൾ ഒരു സാഹചര്യത്തിൽ അതേ തെറ്റ് ചെയ്തു പോയാലോ അയാൾക്ക് പിന്നെ തൗബയുണ്ടോ? തീർച്ചയായും അയാൾക്ക് തൗബയുണ്ട്. സ്വഹീഹായ ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ആത്മാർത്ഥമായി ഞാനതിലേക്ക് മടങ്ങില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചു. പക്ഷേ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അയാൾ ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങിയാൽ അയാൾ ഒരിക്കലും വിചാരിക്കരുത് എന്ത്, ഇനി എനിക്ക് തൗബക്കുള്ള ചാൻസ് ഇല്ല എന്നയാൾ കരുതാൻ പാടില്ല. മറിച്ച് അയാൾക്ക് വീണ്ടും തൗബക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം. കാരണം ഏതൊരാളുടെയും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നത് അല്ലാഹു അറിയുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ വെളിക്ക് കൊണ്ടുവന്നാലും ശരി, ഔ തുഖ്ഫൂഹു, അതല്ല മനസ്സിൽ തന്നെ മറച്ചു വെച്ചാലും ശരി, യുഹാസിബുകും ബിഹില്ലാഹ്, അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച, പിന്നീട് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു പാപത്തെപ്പോലും അതിൻ്റെ പേരിൽ അള്ളാഹു വിചാരണ ചെയ്യും. യുഹാസിബുകും ബിഹില്ലാഹ്. എന്നാൽ നിങ്ങളുടെ മനസ്സിലൊരു തെറ്റ് തോന്നി അള്ളാഹുവിനെ ഭയപ്പെട്ട് നിങ്ങളത് ഒഴിവാക്കിയാൽ അള്ളാഹു വിചാരണ ചെയ്യില്ല, ഒരു പുണ്യമായത് രേഖപ്പെടുത്തും. എല്ലാ ഹദീസുകളും ഞാൻ വിശദീകരിക്കുന്നില്ല, സമയക്കൂടുതൽ കൊണ്ട്. ഒരു പാപം ചെയ്യാൻ വിചാരിച്ചു, അള്ളാഹുവിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറിയാൽ അവനതൊരു നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും, അതിൻ്റെ പേരിൽ പിടികൂടില്ല. എന്നാൽ ഒരു പാപം ചെയ്യാൻ മനസ്സിൽ നിശ്ചയിച്ചു, അവസരം കിട്ടാത്തത് കൊണ്ട് അത് ചെയ്യാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവനത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും യുഹാസിബുകും ബിഹില്ലാഹ്, അള്ളാഹു നിങ്ങളതിൻ്റെ പേരിൽ വിചാരണ ചെയ്യും. എന്നിട്ട് ഫയഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവന് ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ചിലർക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം, എന്നാൽ ചിലരെ അള്ളാഹു ശിക്ഷിക്കും. ആർക്ക് മാപ്പ് നൽകും, ആരെ ശിക്ഷിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ എനിക്കങ്ങ് പുറത്തു തരും എന്നുള്ള ഒരു മിഥ്യാധാരണയോടുകൂടി നാം ജീവിക്കുവാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞു, നിങ്ങൾ തൗബത്തുൻ നസൂഹ്, ആത്മാർത്ഥമായ തൗബ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് കാണണം എന്നാണ്. അതിന് പല അടയാളങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത്, നാം ഏതൊരു തെറ്റിൽ നിന്നാണോ അകന്നിട്ടുള്ളത് ആ തെറ്റുകൾക്ക് പകരം അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള നന്മകൾ നമ്മൾ ചെയ്യണം. മുനാഫിക്കീങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അവരുടെ തൗബയെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇല്ലല്ലദീന താബൂ വ അസ്ലഹൂ വ അഖ്ലസൂ ദീനഹും ലില്ലാഹ്, തൗബ ചെയ്യുകയും നിലപാട് നന്നാക്കുകയും വ അഖ്ലസൂ ദീനഹും ലില്ലാഹ്, അവർ ഇഖ്ലാസുള്ള ആളുകളായി മാറുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആദ്യം അവരിൽ നിന്നുണ്ടായ തെറ്റെന്താണ്? നിഫാഖ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇഖ്ലാസ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജീവിതത്തിൽ ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. ഒരാൾ പിശുക്ക് കാണിച്ചു, തൗബ ചെയ്താൽ പിന്നെ എന്താണ് ഉണ്ടാവേണ്ടത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അയാൾ സദഖകൾ വർദ്ധിപ്പിക്കണം, അതേപോലെ തന്നെയുള്ള നന്മകൾ
ചെയ്യേണ്ടതുണ്ട്. ഒരാൾ വ്യഭിചരിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ചാരിത്രം നിറഞ്ഞ ഒരു ജീവിതം അയാൾ നയിക്കണം. ഒരാൾ ഒരു ഹക്ക് മൂടി വെച്ചു എങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ആ സത്യം തുറന്നു പറയണം. ഇല്ലല്ലദീന താബൂ വ അസ്ലഹു വ ബയ്യനൂ. തെറ്റുകൾ മൂടി വെച്ചവരുടെ തൗബയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അവർ തൗബ ചെയ്തിട്ട് പിന്നെ നേരത്തെ മൂടി വെച്ചത് വെളിവാക്കണം. അപ്പം എന്തൊരു തെറ്റാണോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റായ നന്മ ചെയ്തുകൊണ്ട് നാം അതിനെ മറികടക്കണം. രണ്ടാമത്തത്, സൽക്കർമ്മങ്ങളിൽ ധാരാളമായി വർധനവുണ്ടാകണം. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്യുകയും ഈമാൻ സ്വീകരിക്കുകയും വ അമില സ്വാലിഹാ, ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ പാപങ്ങളെ അള്ളാഹു അവർക്ക് നന്മയാക്കി മാറ്റി കൊടുക്കുന്നതാണ്. അവരുടെ പാപങ്ങളെ അള്ളാഹു അവർക്ക് നന്മയാക്കി മാറ്റി കൊടുക്കും. അപ്പോൾ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ നാം നേരത്തെ ചെയ്ത തെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായ എന്തിലാണോ അബദ്ധം പറ്റിയത് അത് തിരുത്തിയതായി നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളത് പ്രകടിപ്പിക്കുകയും വേണം. മൂന്നാമത്തത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തത്, ഒരാളുടെ തൗബ ആത്മാർത്ഥമാണ് എന്ന് അയാൾ തെളിയിക്കേണ്ടത് അതിലേക്കുള്ള ദലായിലുകളെ, അതിലേക്കുള്ള വസീലകളെ കട്ട് ചെയ്യാനുള്ള, അതിനെ മുറിച്ച് കളയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റിന് കാരണം ഇന്ന ആളുമായിട്ടുള്ള ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ പിന്നെയും അയാളുമായി ബന്ധം സ്ഥാപിക്കരുത്. കാരണം ആ വസീല അങ്ങ് മുറിച്ച് കളയണം. ഇന്ന സ്ത്രീയുമായി എനിക്ക് ബന്ധമുണ്ട്, അവൾ എന്നെ ഹറാമിലേക്ക് നയിക്കുന്നു എങ്കിൽ അവളുമായുള്ള ബന്ധം മുറിച്ചിട്ടാണ് എന്ത് സ്ഥാപിക്കേണ്ടത്? ഞാൻ ആ തെറ്റിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തെളിയിക്കേണ്ടത്. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കോണ്ടാക്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ആവാം. അതിനൊരു ഹറാമ് ഞാൻ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് ഉലമാക്കൾ പറഞ്ഞു, ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നവൻ ഞാൻ ഹറാമ് ചെയ്തത് ഇന്ന സ്ഥലത്ത് പോയപ്പോഴാണ്. ആ സ്ഥലത്തോട് തന്നെയുള്ള വെറുപ്പ്, അതിൻ്റെ വസീലയോടുള്ള വെറുപ്പ്, അതാണ് ശരിയായ നദം, ശരിയായ സങ്കടം. എന്നെ തെറ്റിലേക്ക് നയിച്ചത് വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട്, ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തോട്, ഒരു വസ്തുതയാണെങ്കിൽ ആ വസ്തുതയോട്, അതിനോടൊക്കെയുള്ള ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിലേ ആ വസീലയെ നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് പല ആളുകൾക്കും സംഭവിച്ച അബദ്ധം എന്താണ്? തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാവും, തൗബ ചെയ്യുകയും ചെയ്യും, പക്ഷേ വസീല മുറിക്കൂല. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ആ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെയുള്ളവർ തൗബത്തുൻ നസൂഹല്ല ഉദ്ദേശിക്കുന്നത്. അത് തൗബത്തുൻ നസൂഹായി പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ചില ആളുകളുടെ തൗബക്ക് വേറെ തന്നെ തൗബ ആവശ്യമുണ്ട്. ചില ആളുകളുടെ തൗബക്ക് വേറെ തൗബ, ആ തൗബക്ക് വേറെ തൗബ ചെയ്യണം. കാരണം എന്താണ്? ആ തൗബ ഇഖ്ലാസുള്ളതായിരുന്നില്ല, ആത്മാർത്ഥമായിരുന്നില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായതാണ്. അത് യഥാർത്ഥ തൗബയല്ല. അതുകൊണ്ട് നമ്മുടെ തൗബ ശരിയാവണമെങ്കിൽ തിന്മയിലേക്കുള്ള വസീലകളെ മുറിച്ചു കളയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ ഒരു സ്ത്രീയുമായി ബന്ധത്തിലായിരുന്നു. അപ്പോൾ വ്യഭിചാരമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ മുസ്ലിമായി, ഞാനും മുസ്ലിമായി, ഇനി ഞങ്ങൾ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. അതിനൊരുപാട് മാനങ്ങളും ഒരുപാട് മാനകളുമുണ്ട്, അതിലേക്ക് നാം പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ആ ഓർമ്മകൾ, ആ തിന്മകൾ, അതിനടിസ്ഥാനമായ കാരണങ്ങൾ ഒരുപക്ഷെ വീണ്ടും ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ വിലക്കി. അതെല്ലാ സമയത്തും വിലക്കപ്പെട്ടതാണോ? പണ്ഡിതന്മാർ പറഞ്ഞു അല്ല. ചില സന്ദർഭങ്ങളിൽ, ചില വ്യക്തികൾക്ക്, ചില സാഹചര്യങ്ങളിൽ അത് വിലക്കപ്പെട്ടേക്കും. അപ്പോൾ ഹറാമുകളിലേക്കുള്ള വസീലകൾ, അതിനുള്ള സാധ്യതകളെ, മൈന്യൂട്ടായ സാധ്യതകളെ പോലും ഇല്ലാതെയാക്കുന്നു ഇസ്ലാം. എന്തിനാ? നമ്മുടെ നന്മക്ക് വേണ്ടി. വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത്.
വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലി, നീ നളറയെ, നോട്ടത്തെ സൂക്ഷിക്കണം, യാദൃശികമായതൊക്കെ, പക്ഷേ ഇന്നലക്കല്ലൂല വലൈസലക്കൽ ആഖിറ. ഒന്നാമത്തെ നോട്ടം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, രണ്ടാമത്തത് ഹറാമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവൾ അന്യയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവളെ ഒന്നുകൂടി നോക്കുക, അത് പാടില്ലാത്തതാണ്. കാരണം എന്താണ്? അത് സിനയിലേക്കുള്ള വസീലയാണ്, അതിനെ മുറിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബത്തുൻ നസൂഹ് എന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്. അതിൻ്റെ ഒരുപാട് വശങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വാചാലമായിട്ടുണ്ട്. എല്ലാം ഇവിടെ വിശദീകരിക്കുക എന്നത് നമുക്ക് അസാധ്യമാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിനെ ഒന്ന് മുഖ്തസറായി ഒന്ന് ക്രോഡീകരിച്ച് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവശ്യപ്പെടുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ മഅഹു നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ നിഷ്കളങ്കമായ തൗബ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നേക്കാം. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അമ്പിയാക്കളെയും വിശ്വാസികളെയും അള്ളാഹു അപമാനിക്കാത്ത ദിവസം, ഖിയാമത്ത് നാൾ അപമാനത്തിൻ്റെ ദിവസമാണ്. മനുഷ്യർ ചെയ്ത പാപങ്ങളൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ഖിയാമത്ത് നാളിൽ മനുഷ്യർ ചെയ്ത നന്മകളും തിന്മകളും പ്രദർശിപ്പിക്കപ്പെടും. അന്ന് കുറ്റവാളി പറയുന്നതാണ്, ഞാനും ഈ പാപവും തമ്മിൽ ഒരുപാട് വിദൂരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ ഏത് പാപം ചെയ്യാനാണോ നമ്മൾ ആഗ്രഹിച്ചത്, കൊതിച്ചത്, ആ പാപവും ഞാനും തമ്മിൽ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും വിദൂരതയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖിയാമത്ത് നാളിൽ അത് പ്രദർശിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ചിന്തിക്കും. അന്ന് സകല സൃഷ്ടികൾക്ക് മുമ്പിലും മനുഷ്യൻ അപമാനിതനാകും. അപമാന ഭാരം കൊണ്ട് തലയുറത്താൻ പറ്റാതെ നിന്ദ്യന്മാരായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസത്തിൽ അള്ളാഹു പറയാണ്, യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അള്ളാഹു അന്ന് അപമാനിക്കുകയില്ല. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ എന്ത് വേണം? തൂബൂ ഇലല്ലാഹി തൗബത്തുൻ നസൂഹ. വളരെ ആത്മാർത്ഥമായി. എപ്പോഴാണ് മരണം വരിക എന്ന് പറയാൻ കഴിയില്ല. മരണമാസന്നമായാൽ പിന്നെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുമില്ല. ഇന്നീ തുബ്തുല്ല, ഞാൻ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള ഒരു ബോധം അയാളിൽ ബാക്കി നിൽക്കുന്ന സന്ദർഭമാണതെന്നാണ്. പറ്റ ബോധം കെടുന്ന ഒരവസ്ഥയല്ല. പിന്നെ ഇന്നീ തുബ്തുല്ല, ഞാനിപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറയാനുള്ളൊരു ബോധം മനുഷ്യനിൽ ബാക്കി നിൽക്കുന്ന സന്ദർഭം. എന്നാൽ മാലം യുഗർഗിർ, തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് വരെ അള്ളാഹു സമയം തരുകയും ചെയ്യും. പക്ഷെ നമുക്കറിയില്ല എപ്പോഴാണ്. പ്രത്യേകിച്ചും പെട്ടെന്നുള്ള മരണം അവസാന കാലഘട്ടത്തിൽ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആകസ്മിക മരണം അത് വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഖിയാമത്ത് നാളിനോടടുത്ത കാലഘട്ടം. ഇപ്പോൾ കണ്ട ഒരാളെ ക്ഷണനേരം കൊണ്ട് മരിച്ചു വീഴുന്നതായി നമ്മൾ കാണുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ മരിച്ചു വീഴുന്നവർ, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ മരിച്ചു വീഴുന്നവർ, ടോയ്ലറ്റിലേക്ക് പോയി തിരിച്ചു വരാത്തവർ, ഉറങ്ങാൻ കിടന്ന് എഴുന്നേൽക്കാത്തവർ, ഇതെല്ലാം കണ്ടിട്ടും നമ്മൾ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നത് അത് വലിയൊരു അപകടമായിരിക്കും. അതുകൊണ്ട് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ, എന്നാൽ വിജയിക്കാമെന്നാണ്. വിജയത്തിൻ്റെ മാനദണ്ഡം തൗബയാണ്. ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിലിരുന്നാൽ പോലും അസ്തഗ്ഫിറുല്ലാ എന്ന് 100 തവണയിലധികം പറഞ്ഞിരുന്നതായി സ്വഹാബികൾ പറയാണ്. ഒറ്റ മജ്ലിസിൽ അവരെണ്ണിയതാണ് 100-ലധികം അസ്തഗ്ഫിറുല്ലാ. പ്രവാചകൻ പറയുകയാണ്, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൻ്റെ ഏടിൽ, തൻ്റെ കർമ്മങ്ങളുടെ രേഖയിൽ ഇസ്തിഗ്ഫാർ അധികം ആരാണോ അധികരിപ്പിച്ചത് അവന് മംഗളമുണ്ട് എന്നാണ്. അവന് വിജയിക്കാൻ കഴിയും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക.
പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒട്ടനവധി ഖുർആനിക വചനങ്ങളും ധാരാളക്കണക്കിന് ഹദീസുകളും അതിന് പിൻബലം നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞും മറയാതെയും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ, പരസ്യമായും രഹസ്യമായും നമ്മൾ ചെയ്ത, നേരത്തെ ചെയ്തതും മുൻകൂട്ടി ചെയ്യാൻ ഉദ്ദേശിച്ച് മനസ്സിൽ കരുതിയതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. മരണം ഏത് നിമിഷവും നമ്മളെ പിടികൂടാം. അത് വരുന്നതിന് മുമ്പ് തൗബ ചെയ്ത് നിലപാടുകൾ നന്നാക്കി സൽക്കർമ്മങ്ങളിൽ മുന്നേറി നല്ല ജീവിതം നയിക്കുക. എങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു നമുക്ക് പ്രകാശം തരും, നന്മയുടെ പ്രകാശം. അവൻ നമ്മൾ അപമാനിക്കുകയില്ല. താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്തും പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഇൽമ് നേടി അള്ളാഹുവിനെ സദാസമയവും ഓർത്ത് ധന്യമായ ഒരു ജീവിതം നമ്മൾ നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇതേപോലെയുള്ള ദർസുകളുടെ പ്രാധാന്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇൽമിൻ്റെ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുക. അറിവ് നേടാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.